അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു സിംഗിൾ മീഡിയത്തിൽ കൂടെ, ഒരു സിംഗിൾ മീഡിയം ത്തിൻ്റെ അകത്തൂടെ ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. അല്ലേ? എന്ന് വെച്ചാൽ എയറിലൂടെ മാത്രം ലൈറ്റ് സഞ്ചരിക്കുന്ന സമയത്ത് അത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലൂടെ ആയിരിക്കും അത് സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അകത്തൂടെ മാത്രം നമ്മൾ ലൈറ്റ് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണ്, സ്ട്രെയിറ്റ് ലൈനിലായിട്ടായിരിക്കും അതും സഞ്ചരിക്കുന്നത്. അതേപോലെ ഗ്ലാസ്, ഇതിൻ്റെ അകത്തൂടെയും ലൈറ്റ് സഞ്ചരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ് ലൈനിലൂടെ ആയിരിക്കും നമ്മളുടെ ലൈറ്റ് സഞ്ചരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു മീഡിയം, സിംഗിൾ മീഡിയം ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ, സിംഗിൾ മീഡിയത്തിൽ കൂടെയാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി രണ്ട് മീഡിയങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ടു മീഡിയംസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുക, ഇത്രയും ഭാഗം എന്താണ്, വായു ആണെന്നിരിക്കട്ടെ, എയർ. ഇത്രയും ഭാഗം എന്താണ്, വെള്ളം ആണെന്നിരിക്കട്ടെ, വാട്ടർ. ഇങ്ങനെ ആണ് എങ്കിൽ നമുക്ക് എ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പൊസിഷൻ എടുക്കാം. എ എന്ന് പറയുന്ന ഈ പൊസിഷനിൽ കൂടെ എന്താണ്, എ എന്ന് പറയുന്ന ഈ പൊസിഷനിൽ കൂടെ ലൈറ്റ് വരികയാണ്. എന്നിട്ട് ഈ ബി എന്ന് പറയുന്ന ഈ പൊസിഷനിലാണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബാരിയർ ഉണ്ടല്ലേ, ഇത് എയർ ആണ്, ഇത് വാട്ടർ ആണ്, ഇവിടെ ഒരു ബാരിയർ ഉണ്ടല്ലേ, ഒരു ചേഞ്ച് സംഭവിക്കുന്ന ഒരു ഭാഗം, അതാണ് നമ്മൾ ബി എന്നെടുക്കുക. അപ്പോൾ ലൈറ്റ് എന്താണ് ചെയ്യുന്നത്, എയിൽ നിന്ന് എന്ത് സംഭവിക്കും, ബിയിലേക്ക് ഇങ്ങനെ വരും, എയിൽ നിന്ന് ബിയിലേക്ക് വരും. ഇത് ഒരു മീഡിയമാണ്. ഇനി വാട്ടറിൽ കൂടെ അത് സാധാരണഗതിയിൽ എങ്ങനെയായിരുന്നു സഞ്ചരിക്കേണ്ടത് ഉണ്ടല്ലേ, ഇങ്ങനെയായിരുന്നു സാധാരണഗതിയിൽ എന്ത് ചെയ്യേണ്ടത്, സഞ്ചരിക്കേണ്ടത്. ഈ വെള്ളം ഇവിടെ വായു ആയിരുന്നെങ്കിൽ സാധാരണ ഒരു പാത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരുന്നേനെ. പക്ഷേ ഇവിടെ രണ്ട് മീഡിയം ആയതുകൊണ്ട് ഇവിടെ എന്ത് പറ്റും, ഒരു ഡീവിയേഷൻ സംഭവിക്കും. ഒന്നെങ്കിൽ എന്താണ്, ഈ പാത്ത് എങ്ങോട്ട് സഞ്ചരിക്കും, ഇങ്ങോട്ട് വളയും, ഡീവിയേഷൻ ഇങ്ങോട്ട് സഞ്ചരിക്കും, ഇങ്ങോട്ട് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ഒന്നെങ്കിൽ ഇങ്ങോട്ട് സഞ്ചരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടല്ലേ. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാം. രണ്ട് മീഡിയങ്ങളാണ്, ഒന്ന് എയർ ആണ്, ഒന്ന് വാട്ടർ ആണ്. ലൈറ്റ് എയറിൽ നിന്നും വാട്ടറിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്, ഒരു സിംഗിൾ മീഡിയത്തിലാണെങ്കിൽ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. എന്നാൽ ഇവിടെ രണ്ട് മീഡിയമാണ്, എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്നും, എയറിൽ നിന്നും വാട്ടർ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബാരിയർ ഉണ്ടല്ലേ, എയറും വാട്ടറും തമ്മിലുള്ളൊരു ബാരിയർ ഉണ്ട്. അപ്പോൾ അവിടെ വരെ എന്ത് ചെയ്യും, ബി എന്ന് പറയുന്ന പൊസിഷൻ വരെ എന്ത് ചെയ്യും, ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് സഞ്ചരിക്കും. ഇനി ഇവിടെ എയർ ആയിരുന്നുവെങ്കിൽ എങ്ങനെ ലൈറ്റ് പോകും, നേരെ തന്നെ പോകുമായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിന് വേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്, അതിൻ്റെ ഘടനയ്ക്ക് എന്താണ്, മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഘടനയുടെ മാറ്റങ്ങൾ കാരണം എന്ത് ചെയ്യും, ലൈറ്റ് ഒന്നെങ്കിൽ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതേപോലെ ലൈറ്റ് ഒന്നെങ്കിൽ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരു എന്താണ്, ഈ രണ്ട് ചേഞ്ചസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ടേം ഇവിടെ പറയുന്നുണ്ട്, ഒബ്ലീക്ലി എന്ന് പറയുന്നൊരു ടേം. എന്താണ് ഒബ്ലീക്ലി എന്ന് പറയുന്ന ടേം? ഒബ്ലീക്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർഫസ് എന്ന് വിചാരിക്കുക, ഇതിൻ്റെ നേരെ പെർപെൻഡിക്കുലറായിട്ട് 90 ഡിഗ്രി ഇതാണെന്ന് വിചാരിക്കുക. ഒരു സർഫസ് അതിൻ്റെ നേരെ 90 ഡിഗ്രി, ഇതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ 90 ഡിഗ്രി. ഒരു വസ്തു പൊക്കത്തു നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ആ സർഫസിൻ്റെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടെ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്താൽ അതിനെ നമ്മൾ നോർമലി ഇൻസിഡൻറ്റ് എന്ന് പറയും. നോർമലി എന്താണ്? ഇൻസിഡൻറ്റ് ചെയ്യുന്നു എന്ന് പറയും. ഇനി ഒരു വസ്തു ഇതിൻ്റെ പാരലായിട്ട് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇതാണല്ലോ ഇതിൻ്റെ പാരലൽ ലൈൻ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ കൂട്ടിമുട്ടില്ല. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ പാരലലി ഇൻസിഡൻറ്റ് എന്ന് പറയും. മനസ്സിലല്ലേ? ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഒരിക്കലും ഈ വസ്തുവിൽ വീഴില്ല, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഇതിനെ നമ്മൾ പാരലൽ എന്ന് പറയും. നേരെ 90 ഡിഗ്രി വീഴുവാണെങ്കിൽ അതിനെ നോർമലി എന്ന് പറയും. ഇനി നേരെ പാരലൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പാരലൽ എന്ന് പറയും. ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഇനി ഈ നോർമലിയും പാരലലിയും അല്ലാതെ ഒരു സർഫസിലേക്ക് എന്ത് വസ്തു വീണാലും, ലൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബോൾ ആണെങ്കിലും ഒരു റോക്കറ്റ് ആണെങ്കിലും എന്ത് വീണാലും അതിനെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒബ്ലീക്ലി എന്ന് പറയും. എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലറും അല്ല പാരലലും അല്ല. അപ്പോൾ എങ്ങനെ വീഴണം? ഇങ്ങനെ ചരിഞ്ഞ് വേണം ഇവിടെ വീഴാൻ. ചരിഞ്ഞ് വീഴുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ ഒബ്ലീക്ലി എന്ന് പറയും. ഇങ്ങനെ ചരിഞ്ഞ് വീഴണമെന്ന് വിചാരിക്കുക, ഉണ്ടല്ലേ? ഇതിനെ നമ്മൾ ഒബ്ലീക്ലി ഇൻസിഡൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഒബ്ലീക്ലി എൻഡേർഡ് എന്ന് പറയും. ഇത് ഇതിൻ്റെ നോർമലാണ് കേട്ടോ. ഇതിൻ്റെ നോർമൽ എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയും. ഇൻസിഡൻറ്റ് റേ. അല്ലെങ്കിൽ വന്ന് വീഴുന്ന റേ ഇൻസിഡൻറ്റ് റേ എന്ന് പറയും. ഇതിൻ്റെ നോർമൽ എന്ന് പറയും. കറക്റ്റ് 90 ഡിഗ്രി ഇവിടെ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ഇപ്പം ഞാനിവിടെ മാറ്റി ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരയ്ക്കാം. ഇതാണ് നമ്മളുടെ സർഫസ്. ഓക്കെ, ഇനി ഇതിൻ്റെ നോർമൽ കറക്റ്റ് 90 ഡിഗ്രി വരും. 90 ഡിഗ്രി വരുന്നു. ഓക്കെ, ഇനി ഒരു ലൈറ്റ് ഇവിടെ വരുവാന്ന് വിചാരിക്കും. ഞാൻ വരുന്നു, ഇവിടെ പതിക്കുന്നു. ഇത് എ എന്ന് പറയുന്ന ഒരു പൊസിഷനാണെന്ന് വിചാരിക്കാം. ലൈറ്റ് ഇങ്ങനെ വരുന്നു, എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന പൊസിഷനിൽ പതിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ഈ ഇൻസിഡൻറ്റ് റേയും നോർമൽ, ഈ ഒരു നോർമൽ വര കണ്ടില്ലേ, ഇതുമായിട്ടൊരു ആംഗിൾ എന്ത് ചെയ്യും? മേക്ക് ചെയ്യും. ആംഗിളിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് തീറ്റ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇതാണ് ആംഗിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ഇൻസിഡൻ്റ് ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് താഴത്തൊരു ഐയും കൂടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഐ എന്ന് പറയുന്ന ഇത് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻസിഡൻറ്റ് റേ എന്നും, ഈ ആംഗിൾ, ഈ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം
മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്നും കൂടെ ഞാൻ പറയാം. ലൈറ്റ് ഒരു സിംഗിൾ മീഡിയത്തിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് എന്താണ് ചേഞ്ചസ് ഉണ്ടായില്ല, അത് നേരെ തന്നെ സഞ്ചരിക്കും. ലൈറ്റ് ഒരു 2 മീഡിയത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിന് മാറ്റങ്ങളുണ്ടാവും. അതിന് ഇങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ മാറും. ഇനി ഒരു വസ്തു, ഒരു ലൈറ്റ് അത് നോർമൽ 90 ഡിഗ്രി ആയിട്ടാണ് പതിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ നോർമലി ഇൻസിഡൻ്റ് എന്ന് പറയും. അത് പാരലായിട്ട് പോവുകയാണെങ്കിൽ അത് ഇറ്റ് ഈസ് എ പാരലൽ റേ എന്ന് പറയും. ഇനി നോർമലും പാരലലും അല്ലാതെ ഇങ്ങനെ ചരിഞ്ഞ് അതിനെ പതിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ നമ്മൾ ഒബ്ലീക്ലി ഇൻസിഡൻ്റ് എന്ന് പറയും. അങ്ങനെ ഒരു റേ ഒബ്ലീക്ലി ഒരു സർഫസിൽ ഇടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നോർമലുമായിട്ടൊരു ആംഗിൾ അവിടെ മേക്ക് ചെയ്യും. അതിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഐ എന്ന് വിളിക്കും, അല്ലെങ്കിൽ തീറ്റ ഐ എന്ന് വിളിക്കും. ഇങ്ങനെ നമ്മൾ അതിനെ പറയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇനി ഇവിടെ ഒരു വെള്ളം ആണെന്നിരിക്കുക, ഇതിങ്ങനെ ഒരു വെള്ളമാണെന്നിരിക്കുക. ഇതാണ് ഇതിൻ്റെ സർഫസ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ വാട്ടറാണ്, ഇത് എയറാണ്. അപ്പോൾ ഈ വാട്ടറിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ സർഫസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ലെറ്റ് ബി ഒരു എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ നോർമൽ എന്താണ്? ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ഈ സർഫസിൻ്റെ 90 ഡിഗ്രി, കറക്റ്റ് 90 ഡിഗ്രി വരുന്നതാണ് ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത്. കണ്ടല്ലേ, ഇവിടെ ഇത് പൊക്കത്തേക്ക് നോർമൽ, താഴത്തേക്ക് ഇതും നോർമലായിട്ട് വരും. മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത്, 90 ഡിഗ്രി. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒബ്ലീക്ലി ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു ബി എന്ന് പറയുന്നൊരു പോയിൻ്റ് ഇടാം. ഇവിടെ നിന്ന് എന്താണ്, ലൈറ്റ് എ എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് വരുവാന്നിരിക്കട്ടെ. അപ്പോൾ ഈ ലൈറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എ എന്ന് പറയുന്ന പൊസിഷനിലെത്തി. എപ്പോഴും ലൈറ്റ് സഞ്ചരിക്കുന്ന ഡയറക്ഷൻ നമ്മളിങ്ങനെ ആരോ മാർക്കിട്ട് എപ്പോഴും നമ്മൾ കൊടുത്തിരിക്കണം. ഇനി ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് ഇതിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത്, അല്ലേ? ഇതാണ് ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു എസ് എന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഈ എസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ലൈറ്റ് വരുന്നു, എയിലേ വരെ വരുന്നു. ഇതിൻ്റെ നോർമൽ എന്ന് പറയുന്നതാണ് ഈ ബി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റേയും നോർമലുമായിട്ട് ഇവിടെ ഒരു ആംഗിൾ എന്ത് ചെയ്യുന്നു, മേക്ക് ചെയ്യുന്നു. കണ്ടില്ലേ? ഇൻസിഡൻറ്റ് റേയും നോർമലായിട്ട് ഇവിടെ ഒരു ആംഗിൾ ഇവിടെ മേക്ക് ചെയ്യുന്നു. അതിനെ നമുക്ക് ഐ എന്ന് വിളിക്കാം. ഇതാണ് ഐ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. ഓക്കെ, ഐ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. എന്നാൽ സാധാരണഗതിയിൽ ഇത് എങ്ങനെ സഞ്ചരിക്കേണ്ടതായിരുന്നു? ഇവിടെയും എയർ ആയിരുന്നെങ്കിൽ, താഴത്തും എയർ ആയിരുന്നെങ്കിൽ ഇത് എങ്ങനെ സഞ്ചരിക്കും? നേരെ തന്നെ സഞ്ചരിച്ചേനെ. ഇങ്ങനെ ആയിരുന്നു ഇത് ഒരു വസ്തു ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഇത് എന്ത് ചെയ്യേണ്ടത്, സഞ്ചരിക്കേണ്ടത്. എന്നാൽ ഇതെന്താണ്? ഇത് ജലമാണ്, അല്ലേ? വാട്ടറാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ ആംഗിളിന് കുറച്ചൊന്ന് വ്യത്യാസം വരും.
ഇങ്ങോട്ട് വ്യത്യാസം വരും. ഇത് ആ നമ്മൾ ഉദ്ദേശിച്ച പാത്തിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ ഇവിടെ സംഭവിക്കും. മനസ്സിലായില്ലേ? ഇനി ഇതാണ് ഇവിടുത്തെ താഴത്തെ നോർമൽ എന്ന് പറയുന്നത്. താഴത്തെ നോർമൽ ഇവിടെ 90 ഡിഗ്രിയാണ് ഉണ്ടാകുന്നത്, കണ്ടല്ലേ? 90 ഡിഗ്രി താഴത്തെ നോർമൽ. ഇനി ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ നമുക്കിതിനെ ഒരു പി എന്ന് പറയുന്ന പേരിൽ വിളിക്കാം. ഈ ഒരു പോയിന്റ് ഇവിടെയാണ് ഇത് എത്തിയത്. ഇനി ഈ പി, ഈ ലൈൻ അല്ലെങ്കിൽ എന്താണ് റിഫ്രാക്റ്റഡ് റേ എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അകത്തുകൂടെ സഞ്ചരിച്ച് വരുന്ന ഈ ഒരു റേയെ നമ്മൾ പറയുന്ന പേരാണെന്ത്? റിഫ്രാക്റ്റഡ് റേ. വെള്ളത്തിൻ്റെ അകത്തുകൂടെ റിഫ്രാക്ഷൻ സംഭവിച്ച് കടന്നു വരുന്ന ഈ ഒരു റേയെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്രാക്റ്റഡ് റേ. റിഫ്രാക്ഷൻ സംഭവിക്കുന്നതിന് മുമ്പ് ആ റേയിനെ ഇവിടെ എസ് തൊട്ട് ഈ എ വരെയുള്ള ആ ഒരു പൊസിഷനിൽ നമ്മൾ ആ റേയിനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. മനസ്സിലായി? അപ്പോൾ ഈ ഇൻസിഡൻറ്റ് റേ എ എന്ന് പറയുന്ന ഈ ഒരു പൊസിഷനിൽ വന്നു, റിഫ്രാക്ഷൻ സംഭവിച്ചു പി എന്ന് പറയുന്ന ഒരു പൊസിഷനിലെത്തി. ഇവിടെ ഇൻസിഡൻറ്റ് റേ ഉണ്ടായി, ഇവിടെ റിഫ്രാക്റ്റഡ് റേ ഉണ്ടായി, ഇവിടെ ഇൻസിഡൻറ്റ് ആംഗിൾ ഉണ്ടായി, അതിനെ നമ്മൾ ഐ എന്ന് വിളിച്ചു. അതേപോലെ തന്നെ ഇവിടെ താഴത്ത് നമ്മൾ ഒരു റിഫ്രാക്റ്റഡ് ആംഗിൾ ഉണ്ടാവും, അതിനെ നമ്മൾ ആർ എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ താഴത്തെ നോർമലും ഈ റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ ഉണ്ടാകുന്ന ഈ ഒരു ആംഗിളിനെ നമ്മൾ എന്ത് വിളിക്കും? ആർ എന്ന് വിളിക്കും. ഈ ആറിനെ നമ്മൾ എന്ത് പറയും? ആർ ഈസ് കാൾഡ് ദ, ആറിനെ വിളിക്കുന്നതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? നമുക്കിവിടെ ഒരു റിഫ്രാക്റ്റഡ് റേ ഉണ്ട്. നമുക്ക് ആദ്യം ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ട്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ആംഗിൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു റിഫ്രാക്റ്റഡ് റേ ഉണ്ട്. അതേപോലെ തന്നെ ഒരു റിഫ്രാക്റ്റഡ് ആംഗിളും ഉണ്ടായി. ഈ റിഫ്രാക്റ്റഡ് റേയിനെ റിഫ്രാക്റ്റഡ് ഇൻസിഡൻറ്റ് ആംഗിളിനെ നമ്മൾ ഐ എന്ന് വിളിക്കുന്നു, റിഫ്രാക്റ്റഡ് ആംഗിളിനെ നമ്മൾ ആർ എന്ന് വിളിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്തെന്ന് പറയുന്നത്. ഒരു സോഴ്സിൽ കൂടെ ലൈറ്റ് വരുന്നു, അത് ഒരു സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടായി. അപ്പോൾ അത് നോർമലുമായിട്ടൊരു ഇൻസിഡൻറ്റ് ആംഗിൾ ഉണ്ടായി. എന്നിട്ട് ആ സർഫസിൽ കൂടെ കടന്നു പോകുന്നു. അപ്പോൾ സാധാരണഗതിയിൽ അത് രണ്ടും ഒരേ മീഡിയ ആയിരുന്നെങ്കിൽ ഈ ഒരു ലൈനിൽ കൂടെ ആയിരുന്നേനെ അത് കടന്നു പോകേണ്ടത്. പക്ഷേ ഇത് താഴത്തെ എന്താണ്? വെള്ളമാണല്ലേ? വെള്ളമായതുകൊണ്ട് തന്നെ അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നു. അപ്പോൾ ഈ ഒരു പാത്തിൽ കൂടെ, വ്യത്യസ്തമായിട്ടുള്ളൊരു പാത്തിൽ കൂടെ അത് കടന്നു പോകുന്നു. അപ്പോൾ അവിടെ ഒരു റിഫ്രാക്റ്റഡ് റേ ഉണ്ടായി. ഓക്കെ, ആ റിഫ്രാക്റ്റഡ് റേയും നോർമലുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടായി. അതിനെ നമ്മൾ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് വിളിക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? വെൻ a ray of light enters obliquely from one medium to എന്താണ് another optical density, it undergoes a deviation at the surface of separation of medium
mediums. This phenomenon is refraction. ഇവിടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് വെൻ ദ റേ ഓഫ് ലൈറ്റ്, ഒരു റേ ഓഫ് ലൈറ്റ് ഒബ്ലീക്ലി എന്താണെന്ന് നമ്മളിവിടെ പറഞ്ഞായിരുന്നു നേരത്തെ. ഒബ്ലീക്കായിട്ട് ഒരു മീഡിയത്തിൽ നിന്നും എന്താണ് അനദർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരേ ഡെൻസിറ്റി ഉള്ള വസ്തുവിൽ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. രണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിട്ടുള്ള മീഡിയംസിലായിരിക്കും റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഓഫ് മീഡിയമാണ്. ലൈറ്റിനെ കടത്തിവിടാൻ ഉള്ള ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ നല്ല രീതിയിൽ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് രണ്ടാമത്തെ മീഡിയത്തിലേക്ക് രണ്ടിനും രണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കണം. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല. അങ്ങനെ ഒരു മീഡിയത്തിൽ നിന്നും രണ്ടാമത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലേക്ക് ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ എന്താണ്, ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ. ഇവിടെ എന്താണ്, ഒരു ഡീവിയേഷൻ സംഭവിച്ചു അല്ലേ. ഇതായിരുന്നു സഞ്ചരിക്കേണ്ട പാത്ത്, എന്നാൽ ഈ ഒരു പാത്തിൽ കൂടെയാണ് ഇത് സഞ്ചരിച്ചത്. അപ്പോൾ ഇറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടില്ലേ, ഇതാണ് ഈ ഒരു സർഫസ് കണ്ടില്ലേ. ഇവിടെ എയറാണ്, ഇവിടെ വാട്ടറാണ്. ഈ എയറും വാട്ടറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നൊരു സർഫസ് ഉണ്ട്. അവിടെ ഒരു നോർമൽ ഉണ്ട്, കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ നോർമൽ. ഇതിനെയാണ്, ഈ ഒരു സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. സർഫസ് ഓഫ് സെപ്പറേഷൻ മനസ്സിലല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മീഡിയത്തിൽ നിന്ന് രണ്ട് മീഡിയത്തിലേക്ക് രണ്ടാമത്തെ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ സർഫസ് ഓഫ് സെപ്പറേഷനിൽ ഒരു സർഫസ് ഓഫ് സെപ്പറേഷനിലൂടെ ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ ഒരു ഡീവിയേഷൻ ഉണ്ടാവും. ആ ഒരു ഫിനോമിനൻ, ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ എന്തെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു എയറാണ്, ഇവിടെ വാട്ടർ ആണെന്നിരിക്കട്ടെ. ഇവിടെ ഒരു നോർമലുണ്ട് 90 ഡിഗ്രി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നോർമലിൽ കൂടെ ലൈറ്റ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകില്ല, ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ഈ നോർമൽ ആംഗിളിലൂടെ തന്നെ ലൈറ്റ് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകില്ല, റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ദർ വിൽ ബി നോ റിഫ്രാക്ഷൻ. എപ്പോഴും 90 ഡിഗ്രി അല്ലാതെ ഏതെങ്കിലും ഒരു ആംഗിളിലൂടെ, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ആംഗിളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ റിഫ്രാക്ഷൻ പോസിബിൾ ആകുന്നത്. ഇത് നമുക്ക് നമ്മളുടെ ലൈഫിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നൊരു ഫിനോമിനനാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഒരു ഗ്ലാസ് എടുക്കുക, അതിൻ്റെ അകത്ത് വെള്ളം നിറക്കുക, ഒരു പെൻസിലിൻ്റെ അകത്ത് ഇടുക. അപ്പോൾ പെൻസിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ പൊക്കത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും വന്നിട്ട് പെൻസിൽ ഇവിടുന്ന് ബാക്കി വരുന്നതായിട്ട് തോന്നും. ഇത് ആ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ ലൈറ്റിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലേ, അതിലൂടെ ആണ് ഇത് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ പൊക്കത്തിൽ നിന്ന് ഒരു മീൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അല്ലേ, മീൻ ഒറിജിനലി ഇവിടെ ആയിരിക്കും, മനസ്സിലായില്ലേ. പക്ഷേ നമുക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ആയിരിക്കും ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അത് കാണുമ്പോൾ അത് ഇവിടെ ആയിട്ട് തോന്നും, ഏകദേശം ഇവിടെ ആയിട്ട് തോന്നും. ഇതായിരിക്കും നമ്മൾ വിസിബിൾ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.